ഹലോ എവരിവൺ. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം മതിയാവാറില്ല. ഇന്നും ചെറിയ ഉറക്കച്ചടവുണ്ട്. ഇന്നത്തെ ഉച്ച സ്പെഷ്യൽ കൂർക്ക മെഴുക്ക് വരട്ടിയ. തലേന്ന് രാത്രി അച്ചമ്മ നന്നാക്കി വെച്ച കൂർക്ക തണുപ്പ് മാറാനായി വെളിയിലെടുത്ത് വെച്ചു. രാവിലത്തെ ഒരു പതിവാണ് കട്ടൻ ചായ. അത് കുടിക്കുമ്പോൾ ഒന്ന് എനർജി ആവും. തലേന്ന് രാത്രി സാൻഡേ ലിയോയും കൂടി കിണറ്റിങ്കര വൃത്തിയേടാക്കി ഇട്ടിട്ടുണ്ട്. അതൊന്ന് അടിച്ചു വാരി ഇന്നലെ കിടക്കാൻ നേരം മെഷീനിലിട്ട തുണികളെല്ലാം ഉണക്കാനും വിരിച്ചു. അന്തരീക്ഷം കണ്ടിട്ട് മഴ പെയ്യില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അത് ഊറ്റി ആ അടുപ്പിലേക്ക് കൂർക്ക ആവശ്യത്തിന് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വേവിക്കാനും വെച്ചു. നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. നൈസുവിൻ്റെ ഫേവറേറ്റ് ആണ്. കൂർക്ക മെഴുക്ക് വരട്ടിയും കൂടെ മോരുകറിയും ഉണ്ടെങ്കിൽ നൈസ് ഡബിൾ ഹാപ്പി. കൂർക്ക നല്ലപോലെ വെന്ത് വരുമ്പോൾ വറ്റൽമുളക് ചതച്ചതും വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് നേരം വഴറ്റിയാൽ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി. വെള്ളരിക്ക ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിച്ചതിലേക്ക് തേങ്ങയും തൈരും ചേർത്ത് അരച്ചതും ഒഴിച്ച് ഇളക്കി തിള വരുന്നതിന് മുമ്പ് ലേശം ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്താൽ മോരുകറിയും റെഡി. ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. ചോറും മെഴുക്ക് വരട്ടിയും എനിക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് മോരുകറി എടുത്തു. കുടിക്കാനുള്ള വെള്ളവും എടുത്തു വെച്ചു. എന്നും പോകാൻ ഇറങ്ങുമ്പോൾ വീരിക്കുട്ടൻ ഉമ്മ തരാനെ ഓടി വരും. അവരെ സ്കൂളിലേക്ക് ഒരുക്കി വിടാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമവുമായി ഇനി ഓഫീസിലേക്ക്. എങ്കിൽ ശുഭം. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.